മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് മേലാറ്റൂർ. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേയിൽ മേലാറ്റൂരിലെ ഒരു വീട് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സ്ക്വയർ പ്ലോട്ടായ 7 സെന്റിലാണ് വീടുള്ളത്. കണ്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന എലിവേഷനാണ്. ഒരേ സമയം ഗംഭീരവും എന്നാൽ ലളിതവുമായ വീടിന്റെ പെയിന്റിംഗ് ആണ് ഇതിന്റെ മറ്റൊരാകർഷണം. മരങ്ങൾ മുറിച്ച് തടികൾ വിൽപ്പന ചെയ്യുന്ന ജോലിയാണ് ശിവദാസന്. എങ്ങനെ വീട് പണി തുടങ്ങും എന്ന് കൺഫ്യൂഷനിലായ ശിവദാസനെ അതിനായി പ്രേരിപ്പിച്ചത് മലയാറ്റൂർ SI ആയ ശ്രീ ജോർജ് കുര്യൻ സാറാണ്. ശിവൻ ഒരു മരം മുറിച്ച് വീട് പണി തുടങ്ങുക, ബാക്കിയെല്ലാം പിന്നാലെ വന്നുകൊള്ളുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ആത്മസുഹൃത്തായ പോലീസ് ഓഫീസറുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും അതനുസരിച്ച് വീട് യാഥാർത്ഥ്യമാകുകയും ചെയ്തു. ഒരു കുഞ്ഞു വീടാണ്, എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. മുന്നിൽ വിശാലമായ ഒരു മുറ്റവും അറേഞ്ച് ചെയ്തിരിക്കുന്നു. കരിങ്കല്ല് കൊണ്ടാണ് വീടിന്റെ തറ കെട്ടിയിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അലി എന്നയാളാണ് ആ പണിയെല്ലാം ചെയ്തു തീർത്തത്. മുന്നിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട്, അതിലേക്ക് കയറാനായി ഗ്രാനൈറ്റ് പിടിപ്പിച്ച 2 പടികൾ. ഒറിജിനൽ കരിങ്കല്ല് കൊണ്ട് തീർത്ത 2 തൂണുകളാണ് സിറ്റ് ഔട്ടിനെ താങ്ങി നിർത്തുന്നത്. സിറ്റ് ഔട്ടിലെ അരപ്ലേസിന് ഇരിക്കാനുള്ള ഭാഗത്തിന് ഗ്രാനൈറ്റിന് പകരം നാടൻ കരിങ്കല്ലിന്റെ പാളികളാണ് ഒട്ടിച്ചിരിക്കുന്നത്. പ്രധാന വാതിലിന് തൊട്ടടുത്തായി ഒരു ഫ്രഞ്ച് വിൻഡോയും നൽകിയിരിക്കുന്നു. മെയിൻ ഡോറിന്റെ കട്ടളയും കരിങ്കല്ലിൽ തീർത്തതാണ്. 4 പീസായി ലഭിക്കുന്ന ഇത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. കരിങ്കല്ലിന്റെ ഉരുപ്പടികളിലെല്ലാം ക്ലിയർ അടിക്കുകയേ വേണ്ടൂ. പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് വിശാലമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്ക്വയർ ഫീറ്റിന് 38 രൂപ വിലയുള്ള വെട്രിഫൈഡ് ടൈലാണ് നിലത്ത് പാകിയിരിക്കുന്നത്. വളരെ ലളിതമായ സിറ്റിംഗ് ആണ്. ഒരു ദിവാൻ മാത്രമാണ് സിറ്റിങ്ങിനായി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു കോൺട്രാക്ട് വർക്കല്ല, കൂലിക്ക് ചെയ്യിപ്പിച്ചതാണ്. ഉദയകുമാർ പൂക്കുന്ന് എന്നയാളാണ് പ്രധാന മേശരി. വീടിന്റെ ചുവരുകൾ പടവ് ചെയ്യാനായി ചെങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തടിയും മരവും മരവുരുപ്പടികളും ഒക്കെ ക്രയവിക്രയം ചെയ്യുന്ന ആളായതിനാൽ വീട്ടിലാകമാനം തടിയുടെ വസന്തമാണ്. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ സുലഭമായി ലഭ്യമാകുന്ന തേക്കിലാണ് മിക്കവാറും എല്ലാ തടിയുരുപ്പടികളും നിർമ്മിച്ചിരിക്കുന്നത്. ഗൃഹനാഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജുനൈസ് എന്നവരാണ് വീടിന്റെ നിർമ്മാണത്തിലെ അത്യാവശ്യം ഉപദേശങ്ങളും ടെക്നിക്കൽ ഫീച്ചേഴ്സും എല്ലാം പറഞ്ഞു നൽകിയത്. ഗംഭീരമായ ഒരു കോണിപ്പടിയാണ് ഈ ഹാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. അതിന്റെ താഴെയാണ് ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ കരിവാകയും തേക്കും വീട്ടിയുമാണ്. 4 or 6 ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോണിപ്പടിയുടെ നേരെ താഴെയായി ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡ് കൊണ്ട് ഒരു സ്റ്റോറേജ്, അതിന്റെ മുകളിൽ ഒരു ഗ്രാനൈറ്റ്, അതിന് മുകളിലായി ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ. തൊട്ടടുത്ത് ഡൈനിങ്ങിന്റെ എതിർവശത്ത് ഫെറോസിമെന്റ് കൊണ്ട് ചെയ്ത ഒരു ക്രോക്കറി ഷെൽഫും കാണാം. ഡൈനിങ്ങിൽ നിന്ന് ഒരല്പം മാറിയാണ് കോണിപ്പടിയുടെ ആരംഭം. പൂർണ്ണമായും വീട്ടിയും തേക്കും കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കോണിപ്പടിയാണ്. ആവശ്യമായ ഇടങ്ങളിലെല്ലാം ലാൻഡിങ്ങും നൽകിയിട്ടുണ്ട്. വിജേഷ് പൂക്കാട്ടുപാടം എന്നു പേരായ അതിവിദഗ്ധനായ ഒരു ആശാരിയാണ് ഈ മരപ്പണികളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത്. വിളഞ്ഞു മൂത്ത തടിയുരുപ്പടികളിൽ മാറ്റ് ഫിനിഷ്ഡ് പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ മുഴുവൻ പോളിഷ് വർക്കുകൾ ഉൾപ്പെടെ എല്ലാവിധ പെയിന്റിംഗ് ജോലികളും ചെയ്തു തീർത്തിരിക്കുന്നത് മണികണ്ഠൻ എന്നു പേരായ ഒരു പെയിന്ററാണ്. 2 ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത്. 2 ബെഡ്റൂമുകളും ഹാളിലേക്കാണ് തുറക്കുക. ഒന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ. അതിവിശാലമായ ഒരു മുറിയാണ്. തറയിൽ ടൈൽ ഒഴിവാക്കി പൂർണ്ണമായും വുഡൻ ഫ്ലോറിംഗ് ചെയ്തിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം വീട്ടുതടിയുടെ പലകകൾ കൊണ്ടാണ് ഫ്ലോറിന്റെ നിർമ്മാണം. ഇമാതിരി ഫ്ലോറിംഗ് ഒരല്പം കോസ്റ്റ്ലിയാണ്, എന്നാൽ നൽകുന്നത് പ്രീമിയം ഫീൽ തന്നെ. ഈ മുറിയിൽ സ്റ്റോറേജിനായി അതിവിശാലമായ ഒരു ഫെറോസമെന്റിന്റെ സ്റ്റോറേജും നൽകിയിരിക്കുന്നു. വിശാലമായ ഈ ബെഡ്റൂമിന്റെ പിൻവശത്തായി ഇതുപോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അതിന്റെ കാഴ്ചകൾ. മുറിയുടെ പിൻഭാഗം 2ആയി വേർതിരിച്ച് അതിലൊന്ന് ടോയ്ലറ്റും മറ്റൊന്ന് ഡ്രസ്സിംഗ് ഏരിയയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കുഞ്ഞു വീട്ടിലെ 2 മുറികളും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തവയാണ്. വീടിന്റെ മൊത്തത്തിലുള്ള തീമിന് അനുയോജ്യമായ ഒരു വുഡൻ കളേർഡ് PVC ഡോറാണ് ടോയ്ലറ്റിന്. ഇനി തൊട്ടടുത്ത 2ാമത്തെ ബെഡ് സ്പേസിന്റെ കാഴ്ചകൾ. ഈ കുഞ്ഞു വീടിന്റെ സെൻട്രിങ് വർക്കുകൾ നടത്തി നൽകിയത് പുല്ലാട്ടിൽ സുരേഷ് എന്നു പേരായ ഒരാളാണ്. ആദ്യം കണ്ട ബെഡ്റൂമിനേക്കാൾ ഒരല്പം കൂടി വിശാലമായതാണ് 2ാമത്തെ മുറി. ആദ്യ മുറി പോലെ തന്നെ വുഡൻ ഫ്ലോറിങ്ങും നിലത്തുണ്ട്. ശിവദാസന്റെ സുഹൃത്തും അതുപോലെ നാട്ടുകാരനുമായ നിയാസ് എന്നു പേരായ ഒരാളാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയ കുടുംബങ്ങൾക്കും അതുപോലെ ഇടത്തരം വരുമാനമുള്ളവർക്കും അനായാസം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഈ വീടിൻ്റേത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആകമാനം ആളുകൾ ഏറ്റവും അധികം നിർമ്മിക്കുന്നതും ഇത്തരം ഇരുമുറി വീടുകളാണ്. സ്റ്റെയർ കേസിന്റെ മുകൾ ഭാഗത്ത് ഒരു ലാൻഡിങ്ങും ഒരു സ്റ്റെയർ റൂമും ഉണ്ട്. ഇനി ഈ വീട്ടിലെ കുഞ്ഞടുക്കളയുടെ കാഴ്ചകൾ. നമ്മൾ ഹാളിലേക്ക് കയറുമ്പോൾ ഡൈനിങ്ങിന്റെ ഇടതുവശത്തായിട്ടാണ് അടുക്കള സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത ഒരു കിച്ചൺ സ്പേസ് ആണ്. ഈ വീട്ടിലേക്കും അടുക്കളയിലേക്കും ആവശ്യമായ സ്റ്റോറേജ് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തു തീർത്തിരിക്കുന്നു. നല്ല കാറ്റും വെളിച്ചവും കടന്നു വരാൻ വിശാലമായ 3 പാളി ജനലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. വിറകിന്റെ അടുപ്പുൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്.
അടുക്കളയ്ക്ക് ഇണങ്ങുന്ന സെമി ഡാർക്ക് നിറമുള്ള ഫ്ലോറിങ്ങും നൽകിയിരിക്കുന്നു. ഇവിടെ അടുക്കളയിലും ഫെറോ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റോറേജ് കാണാം. ഇടതുവശത്ത് പുറത്തേക്കുള്ള എൻട്രിയും നൽകിയിട്ടുണ്ട്. ഇത്തരം മനോഹരമായ കോണിപ്പടികൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ആളാണ് വിജേഷ്. വളരെ സൂക്ഷ്മമായ വർക്കുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വീട്ടി തേക്ക്, അതുപോലെ കരിവാക എന്നീ മരങ്ങളുടെ കോമ്പിനേഷനാണ് ഈ വീട്ടിലെ കോണിപ്പടിയുടെ ഹാൻഡ് റെയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും. ഇനി നമുക്ക് വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ശിവദാസൻ. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ എനിക്ക് വൈഫാണ് രേഷ്മ. ഇത് വലിയ മോൻ ഋതിൻ ദാസ്, ഋതിക മോളാണ്. ഇത് ഏട്ടൻ്റെ പേരക്കുട്ടിയാണ്. ഇത് ഞങ്ങൾ ചിരകാല സ്വപ്നമാണ്. ഒരുപാട് വർഷം പ്രയത്നിച്ചുണ്ടാക്കിയാണ്. ചെറിയ വീടാണ്, പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്താണ്.